ആദ്യമായിട്ട് ക്രിസ്മസിന്റെ മംഗളങ്ങൾ നേരുകയാണ്. ലോകത്തിന് മുഴുവനും സന്തോഷദായകമായ ഒരു കാര്യമാണ്, ഒരു ആഘോഷമാണ്, ഒരു അനുസ്മരണമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ലോകത്തിലേക്ക് രക്ഷകനായിട്ട് അവതരിച്ച ദൈവസുതൻ, ആ തിരുജനനത്തെ ഓർമ്മിക്കുന്ന പുണ്യദിനമാണ് ക്രിസ്മസ്. ലോകത്തിന് മുഴുവനും ശാന്തിയും സമാധാനവും നൽകിക്കൊണ്ടാണ് ക്രിസ്മസ് ലോകത്തിലേക്ക് കടന്നു വരുന്നത് നമുക്കറിയാം. മാലാഖമാര് പാടിയൊരു സ്തുതിഗീതമുണ്ട്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം, ദൈവകൃപയുള്ളവർക്ക് സമാധാനം അങ്ങനെയും പറയാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിനും മഹത്വം. ഗ്ലോറിയ ഇൻ എക്സെൽസിസ് ദേവോ എന്നാണ് ലത്തീൻ ഭാഷപ്പെടുന്നത്. ഗ്ലോറിയ ഇൻ എക്സെൽസിസ് ദേവോ, അത്യുന്നതങ്ങളിൽ ദൈവത്തിനും മഹത്വം. ഭൂമിയിലെ സുമാനസർക്ക് സമാധാനം. സന്മനസ്സുള്ളവർ എന്ന് പറയുന്നത് രക്ഷകനെ സ്വീകരിക്കാനായിട്ട് സന്മനസ്സുള്ളവരാണ് സുമാനസർ എന്ന് പറയുന്നത്. മനുഷ്യവംശത്തിന് മുഴുവനും പ്രത്യാശയും പ്രതീക്ഷയും രക്ഷയും പകർന്നു നൽകിക്കൊണ്ട് വീണ്ടും ക്രിസ്മസിന്റെ ഒരു ആചരണം കൂടി നമ്മുടെ ഇടയിലേക്ക് കടന്നു വരികയാണ്. ക്രിസ്മസിന് പല വിധത്തിലുള്ള ആചരണങ്ങളുണ്ട്. ക്രിസ്മസ് കരോളുണ്ട്. അതുപോലെ ക്രിസ്മസ് പപ്പ എന്ന് പറഞ്ഞാൽ നമ്മൾ ചുവന്ന പത്രമൊക്കെ ധരിച്ച് നല്ല കൊടവയറും ഒരു തൊപ്പിയൊക്കെ വെച്ച ആളെയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അതൊരു മെത്രാനായിരുന്നു. നിക്കോളാസ് എന്ന് പറയുന്ന മെത്രാൻ. മറ്റുള്ളവർക്ക് ഒത്തിരി നന്മ ചെയ്ത, പിള്ളേരെയൊക്കെ സ്നേഹിച്ച നല്ലവനായ ഒരു മെത്രാനാണ് സെന്റ് നിക്കോളാസ്. അദ്ദേഹം ഒരു ഐതിഹ്യ കഥാപാത്രമാണ്. അദ്ദേഹത്തിന്റെ നന്മകളെ അനുസ്മരിച്ചുകൊണ്ട് ആണ് ഈ ക്രിസ്മസ് പപ്പ വന്നിരിക്കുന്നത്. നമുക്ക് അറിയത്തില്ല പപ്പ എന്നാണ്, പപ്പായിട്ട് ആളാണോ. പലയിടത്തും ഒത്തിരി പപ്പാമാര് ഇങ്ങനെ വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ തൊപ്പിയൊക്കെ വെച്ച് കൊടവേരമൊക്കെ വെച്ചിട്ട് പിന്നെ മുഖംമൂടിയൊക്കെ വെച്ച് കഴിയുമ്പോൾ ഒരു പപ്പായായിട്ട് തോന്നും. അപ്പം അതാണ് അതിൻ്റെ ആചരണത്തിൻ്റെ. പിന്നെ ക്രിസ്മസ് കാർഡുണ്ട്. അത് ഇന്നപ്പോഴും നിന്നുപോയി. പണ്ട് എല്ലാവരും ക്രിസ്മസ് സന്ദേശം അയക്കുമായിരുന്നു. ഒരു ക്രിസ്മസ് ട്രീ ഇവിടെ നമ്മൾ ട്രീ ഒരുക്കിയിട്ടുണ്ട്. ക്രിസ്മസ് പുൽക്കോട് അതും ഒരു ആചരണമാണ്. ഇത് ഫ്രാൻസിസ് അസിസിയുടെ കാലത്താണ് പുൽക്കൂട് നിർമ്മാണം ആരംഭിച്ചതെന്നാണ് പാരമ്പര്യം പറയുന്നത്. ഈശോയുടെ തിരുപ്പിറവിയെ സ്മരിച്ചുകൊണ്ട് ആ തിരുപ്പിറവിയെ സംബന്ധിച്ചുള്ള വിശുദ്ധ ലൂക്കായുടെ വിവരണങ്ങളെല്ലാം അനുസരിച്ച് പുൽക്കൂട്ടിൽ ഇവരെല്ലാം ഉണ്ട്. എന്തുകൊണ്ടാണ് പുൽക്കൂട്? യേശുവിന് ജനിക്കാനായിട്ട് സ്ഥലം കിട്ടിയത് പുൽക്കൂടാണ്, കാര്യത്തൊഴുത്താണ്. അപ്പോൾ യോസേഫ് പിതാവിന്റെ നാട്, തിരുക്കുടുംബത്തിന്റെ നാട് നസ്രത്താണ്. അത് ഗലീലിലാണ്. അവിടുന്ന് ഒരു 150 കിലോമീറ്റർ അകലെയാണ് ബെത്ലഹേം. അപ്പത്തിന്റെ പട്ടണമാണ് ബെത്ലഹേം എന്ന് പറഞ്ഞാല്. ഈ ബെത്ലഹേമിലാണ് അവിടെ യാക്കോബിന്റെ ഭാര്യയായ റാഹേലൊരു വലിയമ്മയാണ്. അപ്പോൾ റാഹേലിന്റെ ശവകുടീരം അവിടെയാണ് ഒരുക്കപ്പെട്ടിരിക്കുന്നത്. യാക്കോബിന് 2 ഭാര്യമാരുണ്ടായിരുന്നു. റാഹേലിന്റെ ഒരു പ്രിയപ്പെട്ടവള് റാഹേലാണ്. റാഹേലിന്റെ മക്കൾ വഴിയാണ് പിന്നീട് ഈ വംശാവലി തുടർന്നു കൊണ്ടുപോകുന്നത്. പ്രധാനമായിട്ടും റാഹേലിന്റെ ഈ ഇസ്രായേൽ നാടുകൾ ചെല്ലുമ്പോൾ കാണാം റാഹേലിന്റെ കബറിടം അവരുടെ പൂർവ്വ അമ്മയുടെ ആ കബറിടം മനോഹരമായിട്ട് ഇന്നും അത് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ മാലാഖമാർ സ്തുതിഗീതങ്ങൾ പാടി ആട്ടിടയന്മാർ ആദ്യം സന്ദർശിച്ച വ്യക്തികൾ ആട്ടിടയന്മാരാണ്. ഇങ്ങനെ ഉണ്ണിയേശുവിന് പിറക്കാനായിട്ട് ആധുനിക സൗകര്യങ്ങളൊന്നും ലഭിച്ചില്ല. അന്നത്തെ സൗകര്യങ്ങൾ ലഭിച്ചില്ല. സത്രത്തിൽ അന്വേഷിച്ചു. അപ്പോൾ അവിടെ പറഞ്ഞിരുന്നു there was no place in the inn. സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല എന്ന്
വിശുദ്ധ ഗ്രന്ഥകാരൻ എഴുതിയിരിക്കുകയാണ്. അവിടെ സ്ഥലം ഉണ്ടായിരുന്നെങ്കിലും കൊടുത്തു കാണിക്കുകയാണ്. ക്രിസ്മസ് കരോള് ചാൾസ് ഡിക്കൻ വളരെ പ്രഗത്ഭനായ ഒരു ബ്രിട്ടീഷ് എഴുത്തുകാരനാണ്, നോവലിസ്റ്റാണ്. ഈ ചാൾസ് ഡിക്കൻസ് എഴുതിയ പോലെ പ്രസിദ്ധമായ നോവലുകളുണ്ട്. ഒന്ന് പിക്വിക് പേപ്പേഴ്സ്, ഡേവിഡ് കോപ്പർഫീൽഡ്, പിന്നെ ക്രിസ്മസ് കരോൾ. അതൊരു അർമിഷികനായ ഒരു വ്യക്തിയുടെ ജീവിതകഥയാണ്. ക്രിസ്മസ് കരോളിൽ പറയും, നമ്മൾ കരോളുമായിട്ട് കടന്നു ചെല്ലുമ്പോൾ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്നവരുണ്ട്, എഴുന്നേൽക്കാനായിട്ട് മടിയുള്ള ആളുകളെന്ന് പറയുമ്പോൾ ഓർത്തുകൊണ്ട് എഴുന്നേൽക്കുന്നവരുണ്ട്. ക്രിസ്മസ് കരോള് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും നേർച്ച ഇടണമോ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നവരുണ്ട്. ഇങ്ങനെ പല രീതിയിലുണ്ട്. എന്നാൽ ഒരു പിശക്കനായിരുന്നു സ്കുറിജ് എന്ന് പറയുന്ന മനുഷ്യൻ. അതാണ് പ്രധാന കഥാപാത്രം. ഇയാൾ കരോളായിട്ട് ചെന്നവരെയൊക്കെ ഒന്നും കൊടുക്കാതെയൊക്കെ വഴക്കും തൊലിയൊക്കെ പറഞ്ഞ് ഓടിച്ചു. ഒന്നും കൊടുത്തില്ല, കൊടുക്കുകയില്ല, പള്ളി പോവുകയില്ല, ആത്മീയമായ യാതൊരു കാര്യങ്ങളിലും ശ്രദ്ധയില്ല, സ്വന്തം പണമൊക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് സ്വന്തം സുഖശീലങ്ങളുടെ വെൽസി നടക്കുന്ന മനുഷ്യനായിരുന്നു സ്കുറിജ് എന്ന് പറയുന്ന മനുഷ്യൻ. അയാളുടെ കഥയാണ് ക്രിസ്മസ് കരോളിൽ പറയുന്നത്. ചെന്നവരെല്ലാം ഓടിച്ചു. അത് കഴിഞ്ഞിട്ട് അയാള് പള്ളിയിലൊന്നും പോവുകയില്ല, ക്രിസ്മസ് പരിപാടിക്കൊന്നുമില്ല, സ്വന്തം സുഖവും സൗകര്യവും ദീനും കൂടിയൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ് സ്കുറിജ് എന്ന് പറയുന്ന മനുഷ്യൻ. അത് കഴിഞ്ഞ് അയാൾ രാത്രിയിൽ കിടന്നപ്പോൾ അയാൾ സ്വപ്നം കാണുകയാണ്. കരോൾ സംഘത്തെ കല്ലെറിഞ്ഞ് ഓടിച്ചു, ജീവകാരുണ്യ പരിപാടി ആട്ടി ഓടിച്ചു, പിന്നെ അവധി ചോദിച്ച വേലക്കാരനെ തെറി പറഞ്ഞ് ഓടിച്ചിങ്ങനെ എല്ലാവരും ഓടിക്കുന്ന മനുഷ്യനായിരുന്നു. അതാണ് ഈ ഡിക്കൻസ് പറയുന്ന അയാളെപ്പറ്റി വിവരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അന്ന് രാത്രി 3 അരൂപികൾ അയാളെ സന്ദർശിക്കണം. 3 അരൂപികൾ അയാളെ സന്ദർശിക്കുകയാണ്. ഒന്ന് ഭൂതകാലത്തിന്റെ അരൂപി. ഭൂതകാലത്തിന്റെ അരൂപി എന്ന് പറഞ്ഞാൽ അയാളുടെ മനോഹരമായ ചെറുപ്പകാലഘട്ടം. അന്ന് അയാള് പള്ളിയിൽ പോവുകയും കരോളിൽ സംബന്ധിക്കുകയും ഇങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ പങ്കുപറ്റുകയും മറ്റുള്ളവരോട് ചേർന്ന് നിൽക്കുകയും ചെയ്ത മനോഹരമായ ഒരു കാലഘട്ടം അയാൾക്കുണ്ടായിരുന്നു. ഏറ്റവും മനോഹരമായ കാലഘട്ടം ഓരോ മനുഷ്യന്റെയും ചെറുപ്പകാലമാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ചെറുപ്പകാലഘട്ടം ഈ മനുഷ്യനുണ്ടായിരുന്നു. ബാല്യകാലം, നിഷ്കളങ്കത, നന്മ നിറഞ്ഞ കാലം, മറ്റുള്ളവരുമായിട്ട് ഐക്യത്തിൽ കഴിയുന്ന കാലം, അതാണ് ഭൂതകാലം. വർത്തമാനകാലത്തിന്റെ മറ്റുള്ളവർക്ക് അവകാശികളാണ്, ഒറ്റപ്പെടലാണ്, യാതൊരു കാര്യത്തിലും സഹകരിക്കുകയില്ല, ഭയങ്കര മുൻചൂണ്ടിക്കാരനാണ്, എല്ലാവരെയും ഓടിക്കുന്നയാളാണ്, ഒറ്റപ്പെട്ട് വീട്ടിൽ തന്നെ ഇരിക്കുന്നയാൾ. അങ്ങനെയുള്ള ആളുകളൊക്കെ ഈ കാലഘട്ടത്തിലൊക്കെ ഉണ്ടാകാം. സ്വന്തം സമ്പത്തും കാര്യങ്ങളും അതിലും ഒക്കെ വെച്ച് കെട്ടി ആർക്കൊരു ഉപകാരവും ചെയ്യാതെ ഇതിനെയെല്ലാം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യർ ഈ കാലത്തും ഉണ്ടായെന്ന് വരാമെന്ന് മാത്രമല്ല പലയിടത്തും ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇനി ഭാവി കാലത്തിന്റെ അരുവി അത് മരിച്ചു. മരണം എല്ലാവർക്കും ഉണ്ട്. എന്തെല്ലാം സമ്പത്ത് കെട്ടിപ്പിടിച്ചു വെച്ചാൽ ഇന്ന് പുതിയ ആധുനിക ശാസ്ത്രം പറഞ്ഞു 250 കൊല്ലം വരെയൊക്കെ ജീവിക്കാനുള്ള കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും മരിക്കണം. മരണമില്ലെന്നൊന്നും ഇതുവരെ പറയാൻ തുടങ്ങിയിട്ടില്ല. ഏതായാലും അയാൾ മരിച്ചു. അയാൾ കാണുകയാണ് മരണം ഇങ്ങനെ മരിച്ചു കഴിയുമ്പോൾ ശോഭത്തിൽ കിടത്തിയിരുന്നു. ആരും അങ്ങോട്ട് കയറി വരാനായിട്ടില്ല, ആരും അന്വേഷിക്കാനായിട്ടില്ല. അയാളുടെ സമ്പത്തൊക്കെ ആരാ ഉപയോഗിക്കുന്നത് അറിഞ്ഞുകൂടാ. അവകാശങ്ങളില്ലാതെ സർക്കാർ കണ്ടുകെട്ടുന്ന സമ്പത്ത് അപ്പോൾ ഇയാൾ തേടി വെച്ചതൊക്കെ ആരുടേതാണ്? ഗവൺമെന്റ് കണ്ടുകെട്ടു. അതുകൊണ്ട് ഇതേപ്പറ്റി ചിന്തിച്ചു കഴിയുമ്പോഴേക്ക് മാനസാന്തരം ഉണ്ടായി. ആദ്യമായിട്ട് അയാൾ പള്ളിയിൽ പോയി മറ്റുള്ളവർക്ക് ദാനധർമ്മം ചെയ്യാനായിട്ട് തുടങ്ങി. അയാൾ സ്വീകാര്യനായി. അയാളൊരു പുതിയ വ്യക്തിയായിട്ട് മാറി എന്നുള്ളതാണ്. അതാണ് ചാൾസ് ഡിക്കൻസ് പറഞ്ഞു വെക്കുന്നത്. കണ്ടൊരിക്കലൊരു 19 വയസ്സുള്ള ഒരു വൃദ്ധനായ മനുഷ്യൻ, അയാളെ ഈ സ്കുറിജിനെ പോലെയാണ് അയാളുടെ ചെറിയ സ്വഭാവമൊക്കെ. അയാളെ പള്ളിയിലൊന്നും പോവുകയില്ല. അച്ഛന്മാരെ പള്ളിയൊക്കെ വിമർശിക്കുന്നതിൽ യാതൊരു ദാക്ഷിണ്യവും ഇല്ലാത്ത മനുഷ്യൻ. ആ മനുഷ്യനെ ഒരിക്കലും ഫോട്ടോയിൽ ധ്യാനത്തിന് പോയി.
ഒരിക്കലും പറഞ്ഞിട്ടായിരിക്കും. ഞാനൊരു കോട്ടയിൽ ധ്യാനത്തിന് പോയി. എന്നോട് ഞാനുമായിട്ട് വർക്കൊന്നും കൂടിയിട്ടില്ല. ധ്യാനമൊക്കെ കഴിഞ്ഞ് അയാൾ വന്ന് എന്നെ കാണാൻ വന്നപ്പോഴേ എന്റെ കൈയൊക്കെ പിടിച്ചൊന്ന് മുത്തി. ഞാൻ വിചാരിച്ച മനുഷ്യനെന്ന് മനസ്സാന്തരം ഉണ്ടായിരുന്നു. ഇയാൾ പറഞ്ഞു അവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട്, പരിഹാരമായിട്ട് കുർബാന ചെല്ലാനായിട്ട് രൂപയൊക്കെ നൽകി. അത് കഴിഞ്ഞിട്ട് ഇയാൾ പള്ളിയിൽ വരാൻ തുടങ്ങി സ്ഥിരമായിട്ട്. അത് മാത്രമല്ല, ആളുകളെ ധ്യാനകേന്ദ്രങ്ങളിലേക്ക് വഴുതേക്കാനായിട്ട് രൂപ ചെലവാക്കാനായിട്ട് തുടങ്ങി. ഇയാൾക്ക് 10-12 ഏക്കർ സ്ഥലമുണ്ട്. മകനാണ് കോടികളുടെ ആസ്തി സമ്പാദിച്ചിട്ടുണ്ട്. ഇപ്പൊ അയാളിങ്ങനെ സഹായിക്കാനായിട്ട് തുടങ്ങി. മദ്രസ വന്നപ്പോൾ എൻ്റെ കൂടെ ബസ്സിന് അയാള് കണ്ണൂർ വന്നു. പഠിച്ചുകൊണ്ടിരി കുറേയേറെ വർഷങ്ങളായി കാണും. ആ മനുഷ്യനില് മാനസാന്തരം ഉണ്ടായി നന്മ നിറഞ്ഞവനായിട്ട് തന്റെ ഭൗതിക ജീവിതം സമാപിപ്പിക്കാനായിട്ട് ആ മനുഷ്യന് കഴിഞ്ഞു എന്നാണ് അദ്ദേഹത്തിന്റെ മനസ്സാന്തരത്തിന് അനുസരണമായി ചെയ്തികൾ കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് ദൈവം നമ്മുടെ രക്ഷയ്ക്കായതിന്റെ ഏകജാതനായ യേശുവിനെ നൽകി. ദൈവം മനുഷ്യരക്ഷിക്കപ്പെടുന്നതിന്റെ ഏകജാതനെ നൽകാൻ മാത്രം അത്ര അധികമായിട്ട് സ്നേഹിച്ചു എന്ന് വചനത്തിൽ പറയുന്നുണ്ട്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന് വിശുദ്ധ യോഹന്നാൻ പറയുകയാണ്. ക്രിസ്മസ് അനുഗ്രഹദായകമാണ്, നന്മ നിറഞ്ഞതാണ്, നമുക്ക് അനുഗ്രഹങ്ങളും രക്ഷയുമായിട്ട് വരുന്നതാണ് ക്രിസ്മസ്. ഈ ചരിത്രപുരുഷനായ യേശു ഈ ലൂക്കാസ് സുവിശേഷം വിശദീകരിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ്. സമകാലീന ചരിത്രമൊക്കെ വിശദീകരിച്ചുകൊണ്ടാണ് ലൂക്കാസ് സുവിശേഷകൻ വിശദീകരിക്കുന്നത്. അഗസ്റ്റസ് സീസറിന്റെ കാലത്ത് കനേഷ്മാരി നടന്നു. കനേഷ്മാരി സെൻസസ് നടക്കുന്നത് പോലെ. അപ്പോൾ ഓരോരുത്തരും തങ്ങളുടെ സ്വന്തം നാട്ടിൽ ചെല്ലണം. സ്വന്തം നാട് ദാവീദിന്റെ ഗോത്രത്തിലായിരുന്നു യേശു പിതാവും. അതുകൊണ്ട് ദാവീദിന്റെ നാടായ ബെത്ലഹേമിലേക്ക് പോകേണ്ടി വന്നു എന്നാണ് ലൂക്കാസ് സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ അഗസ്റ്റസ് സീസർ എന്ന് പറയുന്ന ഒക്ടേവിയൻ എന്ന് പറയുന്നതാണ് അഗസ്റ്റസ് സീസർ. ഈ ഒക്ടേവിയനും മാർക്ക് ആന്റണിയുമായിട്ട് യുദ്ധം ഉണ്ടായി. മാർക്ക് ആന്റണി ഈജിപ്തിലേക്ക് ചെന്നു. യുദ്ധത്തിൽ മാർക്ക് ആന്റണിയുടെ കൂടത്തിൽ ഈജിപ്തിലെ രാജ്ഞി ഉണ്ടായിരുന്നു. പക്ഷേ മാർക്ക് ആന്റണി പരാജയപ്പെട്ടു. അഗസ്റ്റസ് സീസർ എന്നുള്ള നിലയിൽ അദ്ദേഹം ചക്രവർത്തിയായി. എങ്ങനെയാണ് റോമിൽ ചക്രവർത്തി വരുന്നത്? അഗസ്റ്റസ് സീസർ. ഇതിനുപോലെ ജൂലിയസ് സീസർ ഉണ്ടായിരുന്നു. ജൂലിയസ് സീസറിനെ സ്നേഹിതനായ ബ്രൂട്ടസ് റോമൻ സെനറ്റിൽ വെച്ച് കുത്തിപ്പിടിക്കുകയാണ്. കാരണം രാജാവാകാൻ ശ്രമിച്ചു എന്നാണ്. രാജാവാകാനായിട്ട് ശ്രമിച്ചു. അവരത് ആളുകളോട് പ്രസംഗിച്ചു. അത് കഴിഞ്ഞപ്പോൾ മാർക്ക് ആന്റണി അവിടുത്തെ ഒരു പ്രഗത്ഭനായിരുന്നു. മാർക്ക് ആന്റണി പറഞ്ഞ് എനിക്ക് പ്രസംഗിക്കാൻ അവസരം തരണം. മാർക്ക് ആന്റണി സെനറ്റിൽ നിന്നുകൊണ്ട് വളരെ ഉജ്ജ്വലമായ ഒരു പ്രസംഗം നടത്തി. ജൂലിയസ് സീസറിനെ പറ്റി മനോഹരമായിട്ടൊക്കെ പറഞ്ഞു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ആളുകൾ പറഞ്ഞു, ഘാതകരായ കൂട്ടത്തിനും പോലെ ആളുകളൊക്കെ പിടിക്കാനായിട്ട് പോയി അവരെ പിടിച്ചു കൊന്നു കളഞ്ഞെന്നാണ് ഈ ഷേക്സ്പിയർ നാടകത്തിൽ വിശദീകരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്കറിയാം, ഈശോയുടെ ജനനത്തിന് ശേഷം 3 വിജ്ഞാനികള് കിഴക്ക് നിന്നും യേശുവിനെ സന്ദർശിക്കാൻ കാഴ്ചകളുമായിട്ട് വരുന്നുണ്ട്. ഹെറോദിന്റെ കൊട്ടാരത്തിൽ പ്രവേശിച്ചപ്പോൾ ഹെറോദ് വിദ്വേഷമായി വേറൊരു രാജാവ് ജനിച്ചിട്ടുണ്ടെങ്കിൽ ഭൂമിയിൽ വെച്ചെല്ലാൻ പറ്റുകയില്ല. അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന പിഞ്ഞു പൈതകളെയൊക്കെ കൊന്നുകളഞ്ഞു. ലൂക്ക 2:10 പറയുന്നുണ്ട്, സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സത്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. മാലാഖയുടെ ഗീതമാണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിനും മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഇനി ജെറുസലേം എന്ന പേര് വന്നിരുന്നത് സാലേം രാജാവ് മെൽക്കിസദേക്ക്.
ആ സാലേം എന്ന് വെച്ചാൽ ശലോം എന്ന് പറഞ്ഞാൽ സമാധാനം, സമാധാനത്തിന്റെ രാജാവാൻ മെൽക്കിസദേക്കിന്റെ പട്ടണമാണ് ജെറൂസലം. ഇങ്ങനെയാണ് ആ പേര് വന്നെന്നാ പറയുന്നത്. യേശു യഥാർത്ഥ മെൽക്കിസദേക്കാണ്. മെൽക്കിസദേക്ക് ദൈവത്തിന് അപ്പവും വീഞ്ഞും ആയി ആദ്യമായിട്ട് ബലിയർപ്പിച്ച ആളാണ് മെൽക്കിസദേക്ക്. മെൽക്കിസദേക്കിന്റെ നാടോ ചരിത്രമൊന്നും ആർക്കും അറിഞ്ഞുകൂടാ. നീതിയുടെ സമാധാനത്തിന്റെ രാജാവാണ് മെൽക്കിസദേക്ക് എന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുക. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നത് ദൈവം മനുഷ്യനായത് എന്തിനു വേണ്ടിയാണെന്ന് പറയും. ദൈവം മനുഷ്യനായത് മനുഷ്യനെ ദൈവമക്കളാക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചത് മനുഷ്യരെ ദൈവമക്കളാക്കാൻ വേണ്ടിയാണ് എന്ന് വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നുണ്ട്. പാപമൂലം അകപ്പതിച്ച മനുഷ്യവംശത്തെ രക്ഷിക്കാൻ വേണ്ടി ദൈവം തന്റെ അരിമസുതനെ രക്ഷകനായിട്ട് ഭൂമിയിലേക്ക് അയച്ചു എന്നാണ് സഭ പഠിപ്പിക്കുന്നത്. പുൽക്കൂട്ടിലെ ലാളിത്യം ദൈവികതയുടെ ലക്ഷണമാണ്. ലാളിത്യം. ക്രിസ്മസ് പരസ്നേഹത്തിന്റെ കൂടി ഒരു ദിവസമായിരിക്കണം. ഈ ഭൂമിയിൽ അവശത അനുഭവിക്കുന്നവര്, സഹായിക്കാനില്ലാത്തവര്, രോഗികള്, ഭവനരഹിതർ, ഇങ്ങനെയുള്ള ഒത്തിരി ആളുകളുണ്ട്. അങ്ങനെയുള്ളവരെ സഹായിക്കേണ്ട, ആ സഹായം ചെയ്യേണ്ട ആവശ്യത്തെ പറ്റി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട ഒരു അവസരം കൂടിയാണ് ക്രിസ്മസ്. ജീവിതം എങ്ങനെയാണ് മനുഷ്യന് സന്തോഷകരമാക്കി മാറ്റാം? മനുഷ്യന്റെ പ്രവർത്തന ശൈലിയാണ്. പ്രസന്നമായൊരു മുഖം. പണ്ടൊരു മനുഷ്യനെ കാണാനായിട്ട് വരിക, ഈ പരിചയമുള്ള മനുഷ്യനൊന്നുമല്ല. അയാള് പറയുന്നത് ഇയാളുടെ മനസ്സിൽ എന്തൊക്കെ കീറിക്കെടുക്കുക. എനിക്ക് ഇയാളെ മനസ്സ് കണ്ടപ്പോഴേ ഇയാളെ നോർമൽ അല്ലെന്ന് മനസ്സിലായി. മുഖം കണ്ടപ്പോഴേ അപ്പൊ അയാൾ എന്നോട് പറയുകയാണ്, മകനും ഭാര്യയല്ല ഇയാൾക്ക് കൂടാപ്പണം ചെയ്തിരിക്കുക. അതാണ് ഇയാളുടെ മനസ്സിൽ വരുന്നത്. ഞാൻ പറഞ്ഞ എങ്ങനെയൊന്നും ഇയാൾ പേടിക്കണം എന്നൊക്കെ പറഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നാൽ ഇയാളുടെ മനസ്സിൽ അടിവടിച്ചിരിക്കുന്ന ഇതാണ്. കൂടോത്രം മകൻ തനിക്കെതിരെ ചെയ്തു, അതിനുകൂടെ കൂട്ടായിട്ട് ഭാര്യയുണ്ട്. ഇതെല്ലാം അങ്ങനെ ചിന്തിച്ച് അവശനാക്കിയുള്ള സമാധാനമൊക്കെ നഷ്ടപ്പെട്ട് അപ്പൊ അങ്ങനെ ഒരു ശരിക്കും പറഞ്ഞ മനസ്സമാധാനമൊക്കെ നഷ്ടപ്പെട്ടൊരു മാനസിക രോഗത്തിന്റെ തലത്തിലേക്ക് ഇരുന്ന ഒരു മനുഷ്യനെയാണ് ഞാൻ കാണുന്നത്. ഞാൻ ഇന്നലെ കുറച്ച് ഉപദേശമൊക്കെ പറഞ്ഞു വിട്ടു, പിന്നെ എന്തായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ച് മനസ്സിന്റെയും മുഖത്തിന്റെയും ഒക്കെ പ്രസന്നത നഷ്ടപ്പെടുത്തിക്കൊണ്ട് കുടുംബത്തിലെ അംഗങ്ങളെയൊക്കെ ശത്രുക്കളാക്കി ചിന്തിച്ചുകൊണ്ട് അവർക്കെതിരെ പോരാടുന്ന, വായുവിനെതിരെ മുട്ടിപ്രയോഗം നടത്തുന്ന പോലെ കുടുംബത്തിലുള്ള അംഗങ്ങൾക്കെതിരെ പോരാടുന്ന മനുഷ്യരുണ്ട്. ചിന്തിക്കുക, കുറ്റങ്ങൾ മാത്രം കാണുക, സംസാരിക്കാതിരിക്കുക. സംസാരിച്ചാലും കുറ്റങ്ങൾ മാത്രം, പിന്നെ അടിപിടി ഉണ്ടാക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇത് മാന്യമായിട്ട് ഒന്ന് പ്രസന്നവതരായിട്ട് ജീവിക്കുക. 2 ക്ഷമിക്കുക. 3-ാമതായിട്ട് ആവശ്യമില്ലാത്തവരൊക്കെ പ്രതികരിക്കാതിരിക്കുക. പ്രതികരിക്കുമ്പോഴാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഒന്ന് പറയുന്നു, കുറ്റം പറയുന്നു, പിന്നെ അതിന് എതിര് പറയുന്നു, ചൊറിയുന്നത് പറയുന്നു, വഴക്ക് കൂടുന്നു, അടിപിടിയിലാകുന്നു. ഇങ്ങനെയൊക്കെയാണ് പല കുടുംബങ്ങളിലും പ്രതിസന്ധികൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഇസ്കാർഡിന്റെ കാര്യം പറഞ്ഞതുപോലെ കടന്നു പോകുന്ന ഒരു ജീവിതമാണ് നമ്മുടേത്. അതെങ്ങനെ പ്രസന്നതയോടുകൂടി ജീവിക്കാം, സമാധാനത്തോടുകൂടി എങ്ങനെ ജീവിക്കാം, നന്മ ചെയ്തുകൊണ്ട് എങ്ങനെ ജീവിക്കാം എന്ന് വിലയിരുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വ്യതിയാനങ്ങളും തിരുത്തലുകളും ഒക്കെ വരേണ്ട അവസരമാണ് ക്രിസ്മസ്. ഇത് സന്തോഷത്തിന്റെ പ്രത്യാശയുടെ ദിനമാണ്. ക്രിസ്മസ് അനുരഞ്ജനത്തിന്റെ ഒരു ഉത്സവമാണ് ക്രിസ്മസ്. അതുകൊണ്ടാണ് സന്മനസ്സുള്ളവർക്ക് സമാധാനം. ആരാ സന്മനസ്സുള്ളവർക്ക്? സന്മനസ്, സുമാനസ്സര്. നമുക്ക് സന്മനസ്സുണ്ടായാലേ കഴിയുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ക്രിസ്മസ് സമാധാനത്തിന്റെ ദിനമാണ്. ലോക സമാധാനത്തിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കാലഘട്ടത്തിലും ഒത്തിരി യുദ്ധങ്ങള്, കലങ്ങളില്ലാത്ത കാലഘട്ടങ്ങളില്ല. ഇന്നും റഷ്യ യുക്രൈനുമായിക്കൊണ്ട് നൈജീരിയയിൽ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ഇപ്പൊ അല്പം ശമനം ഉണ്ടായെങ്കിലും ഇങ്ങനെ ഓരോ വിധത്തില് ജാതിയുടെ പേരില്, കളറിന്റെ പേരില്, അതുപോലെ വിശ്വാസത്തിന്റെ പേരിൽ ഇങ്ങനെ ഓരോ വിധത്തില് ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്തൊക്കെ മനുഷ്യൻ കശാപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. മാർപ്പാപ്പ ഒരു
ആവശ്യപ്പെടുകയുണ്ടായി. ക്രിസ്മസ് പ്രമാണിച്ച് എല്ലാ യുദ്ധങ്ങളും തൽക്കാലത്തേക്ക് നിർത്തിവെക്കുക, ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പൊ അതിന് സന്മനസ്സുള്ളവർ കേട്ടെന്ന് വരും. അങ്ങനെ മനുഷ്യന് ബോധമുണ്ടെങ്കിലും ബുദ്ധിയുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും പരസ്പരം യുദ്ധത്തിന്റെയൊക്കെ അവസാനം മനുഷ്യനെ കൊല്ലുക എന്നുള്ളതാണ്. രാജ്യത്തിന്റെ അതിർത്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കപ്പെട്ടെന്ന് വരും. പക്ഷെ അതിർത്തികൾ ദൈവം സൃഷ്ടിച്ച അതിർത്തികൾ ഭൂമിയൊക്കെ ഇവിടെ ഉണ്ടാകും. മനുഷ്യൻ അതിർത്തികൾക്ക് വേണ്ടി, ഇനി കുടുംബക്കാരാണെങ്കിൽ അതിർത്തികൾ മാറ്റാൻ വേണ്ടി, ഇങ്ങനെയൊക്കെ ഓരോ വിധത്തില് കലഹങ്ങളും യുദ്ധങ്ങളും ഈ ഭൂമിയിലുണ്ട്. അപ്പോൾ ഈ ക്രിസ്മസ് നാളില് ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടി, മനുഷ്യഹൃദയങ്ങളിൽ സമാധാനത്തിന് വേണ്ടി, വിവിധ ജാതിയിലും വംശത്തിലും രാജ്യങ്ങളിലും ജീവിക്കുന്നവര് സ്വസ്ഥതയോടുകൂടി ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്മസിന്റെ മംഗളം എല്ലാവർക്കും നേരുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.